എല്ലാവർക്കും സിന്ധു ജോഷി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഞങ്ങൾ ഈ കഴിഞ്ഞ ഏപ്രിലിൽ കുട്ടികളായിട്ട് വെക്കേഷൻ അല്ലേ, അപ്പോൾ ആ കുട്ടികളായിട്ടൊരു ട്രിപ്പ് പോയി. അങ്ങനെ പ്രീ പ്ലാൻ ചെയ്ത് ഇന്ന സ്ഥലത്തെന്ന് പറഞ്ഞ് പോണതൊന്നുമല്ല. ഞങ്ങൾ ഗുരുവായൂർ കയറാം, അന്ന് തൃശ്ശൂർ പൂരം നടക്കുകയാണ്. തൃശ്ശൂർ പൂരം അല്ല, ഉത്സവം നടക്കുകയാണ്. അപ്പോൾ അമ്പലത്തിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഒന്ന് കയറണം. പിന്നെ അവിടെ അടുത്ത് ഏതെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു പ്ലാനിങ് ആയിട്ട് പോണതാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന സ്ഥലത്ത് പോകണം എന്ന് യാതൊരു ഐഡിയയും കാണത്തില്ല. നമ്മളൊരു സ്ഥലത്ത് എത്തിയിട്ട് പിന്നെ യൂട്യൂബിലോ ഗൂഗിളിലോ നോക്കും ഇവിടെ അടുത്ത് ടൂറിസ്റ്റ് സ്പോട്ട് ഏതുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഏകദേശം അടുത്തൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. അങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് പാലക്കാടിലെ ഗ്രാമങ്ങൾ കാണണം, കാട് കാണണം, മല കാണണം, പുഴകൾ കാണണം. അങ്ങനെയൊക്കെ ഒത്തിരി ആഗ്രഹത്തോടെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് പാലക്കാട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രകൃതി ക്ഷേത്രമുണ്ട്. ചിങ്ങഞ്ചിറ ശ്രീ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് പാലക്കാടുള്ള കൊല്ലങ്കോട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലൂടെയാണ്. അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ യൂട്യൂബിലും റീൽസിലും വൈറലായിരുന്ന ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട കണ്ടത്. അപ്പോൾ ഞങ്ങളവിടെ കയറിയിട്ടൊന്നുമില്ല. കാര്യം ഞങ്ങൾ പോണത് തന്നെ ഒരുപാട് ലേറ്റായി. ഈവനിങ് ഒരു 5-6 മണി, ഏകദേശം ഒരു 6 മണി അടുപ്പിച്ച് എന്തായാലും ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട ഞാനൊന്ന് ഷൂട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. കയറുന്നതൊന്നുമില്ല അവിടെ. അങ്ങനെ പോയപ്പോഴും ഞാൻ ഈ ഒരു സൺസെറ്റ് സത്യം പറഞ്ഞ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് ഞാൻ ആ സൺസെറ്റ് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിച്ചേനെ. സൺസെറ്റ് ഇത്ര ഭംഗിയിൽ കാണാൻ പറ്റുന്നത് അങ്ങനെ റെയറായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടാറുള്ളല്ലോ. പിന്നെ ഈ കാണുന്നത് മാവിൻ്റെ തോട്ടമാണ്, മാമ്പഴത്തോട്ടം. ഇതിനകത്തൊന്നും കയറാനൊന്നും പറ്റത്തില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും ലേറ്റായി പോകുന്നതുകൊണ്ട് എനിക്ക് നല്ല പേടിയായിരുന്നു. ഞാൻ എന്നും രാവിലെ ന്യൂസ് കാണുമ്പോൾ വന്യജീവി ആക്രമണത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് കേൾക്കുന്നതുകൊണ്ട്, വാർത്തകൾ കേൾക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല പേടിയായിരുന്നു. തിരിച്ചു പോയാലോ എന്ന് വരെ ആലോചിച്ചു. കാര്യം 2 സൈഡും നല്ല കാടാണ്, ആരെയും കാണുന്നില്ല, വീടുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. ചേട്ടന് പേടിയൊന്നുമില്ല. പിന്നെ എന്തായാലും ഈ ഒരു ബോർഡ് കണ്ടപ്പോൾ മനസ്സിലായി ഇനി അധികം ദൂരമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇത്ര അടുത്തെത്തിയിട്ടും ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നപ്പോഴാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അത്യാവശ്യം തിരക്കൊണ്ട് സമാധാനമായി. കുറച്ച് വണ്ടികളും ആൾക്കാരൊക്കെ കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞ ശ്വാസം എനിക്ക് നേരെ വീണത്. ചേട്ടൻ നല്ല കൂളായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട് നല്ല വൃത്തിയുള്ളൊരു കുളമുണ്ട്. സാധാരണ നമ്മൾ കുളങ്ങൾ കാണുമ്പോൾ ഫുൾ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ കൊണ്ട് തള്ളിയിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഇതതുപോലെയൊന്നുമല്ല, നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇത് ഒരുപാട് കെട്ടിടങ്ങളോ ശ്രീകോവിലോ ചുറ്റമ്പലോ അങ്ങനെ ഒന്നുമില്ല. കുറേ പേരാലുകളാണ്. അപ്പോൾ ഒരു പേരാലിൻ്റെ ചോട്ടിലാണ് പ്രതിഷ്ഠ വെച്ച് പൂജിക്കുന്നത്. അപ്പോൾ പൂജാരിയൊന്നുമില്ല. ഇവിടെ ഒരുപാട് പേര് വാഹനം പൂജിക്കാനും നേർച്ചകൾ നടത്താനുമായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ എല്ലാവരും വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നല്ലാണ്ട് ഒരു പൂജയോ ഒരു രസീത് എഴുതി ഒരു വഴിപാട് കഴിപ്പിക്കലോ അങ്ങനെ ഒന്നും ഇവിടെയില്ല. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് പറയണോ, ഒരു രക്ഷയില്ല. കറക്റ്റ് നമ്മളൊരു കാട്ടിൻ്റെ നടുക്ക് എത്തിപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഉണ്ട്. ഇവിടെ മുഴുവനും നല്ല ആൽമരങ്ങളായതുകൊണ്ട് നല്ല ഫ്രഷ് ഓക്സിജൻ ശ്വസിക്കാനും കിട്ടും. അപ്പോൾ അതുകൊണ്ട് രാവിലെയൊക്കെ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് ഫ്രഷായി വന്ന് ഇവിടെ കുറേ നേരം ഇരിക്കാൻ സാധിച്ചാൽ നമുക്ക് നല്ല ഓക്സിജൻ കിട്ടും. അന്നത്തെ ദിവസം നമുക്ക് നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും. പക്ഷേ ഇതൊരു കാട്ടിൻ്റെ നടുക്കല്ലേ, അപ്പോൾ നമുക്ക് അങ്ങനെ വരാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കറുപ്പുസ്വാമിയുടെ പ്രതിഷ്ഠ. ഇവിടെയാണ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാവരും. അമ്പലമായതുകൊണ്ട് തൊഴണം എന്നൊരു പ്ലാനിങ്ങിലല്ല ഞങ്ങൾ വന്നത്. ഇവിടെ കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം, വീഡിയോസ് എടുക്കണം, അത്ര ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ സാധിച്ചു. മെയിനായിട്ട് ഇവിടെ ഇത്രയൊക്കെ കാണാനുള്ളൂ. പിന്നെ എടുത്ത് പറയാനുള്ളൊരു കാര്യം ഇവിടുത്തെ ഒരു ആംബിയൻസാണ്. അത് ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതലും ഇങ്ങോട്ട് വരുന്നത്. ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഏതായാലും പാലക്കാടിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെ ഈ ചിങ്ങഞ്ചിറയിലേക്കുള്ള യാത്ര തീർച്ചയായും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ സാധിക്കുകയാണെങ്കിൽ എല്ലാവരും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഞങ്ങൾ പാലക്കാട് നിന്നും തൃശ്ശൂരിലേക്ക് പോണ വഴിക്കായിരുന്നു ഈ കുതിരാൻ ടണൽ. അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ കൂടി എടുത്തിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ചൊരു വ്ളോഗ് ചെയ്യാനായിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഈ ടണൽ കുതിരാൻ വനത്തിലെ പാറക്കെട്ട് തുരന്നുണ്ടാക്കിയ ടണലാണ്. ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇതിന്. NH-47 ഇതിനകത്തൂടെ കടന്നു പോകുന്നത്.
അപ്പോൾ എൻ്റെ പാലക്കാടൻ വിശേഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.